ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഡാർജിലിംഗിൽ. ഇന്ന് മാത്രമേ ഞങ്ങളുള്ളൂ, പിന്നെ നാളെ ഞങ്ങൾ പോകും. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത് ഞങ്ങൾ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ബെഡ് മാത്രം കുറച്ച് സ്റ്റിഫാണ്. പക്ഷേ തണുപ്പൊക്കെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റി. പനിയൊക്കെ കുറഞ്ഞ് തലവേദന മാത്രമേ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ 7 മണി 8 മണിയാകാൻ പോകും. പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയില്ല ഇന്ന്. നമുക്ക് നോക്കാം. മോർണിംഗ് ബോട്ടി മോർണിംഗ് ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അധികം തണുപ്പില്ല കേട്ടോ, ഇന്നലെ അപേക്ഷിച്ച് അധികം തണുപ്പ് മോർണിംഗ് ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഡേ 2 ഇൻ ഡാർജിലിംഗ്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ രാവിലെ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങളിത് പുറത്തോട്ട് പോവുക. ഇന്ന് ഞങ്ങളുടെ എന്താ പറയുക, ബംഗാളിലെ ഡ്രൈവർ അങ്കിളും വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് സൈറ്റ് സീയിങ് ആ പരിപാടി. എവിടെയൊക്കെ പോകണമെന്ന് അറിയില്ല, ഡ്രൈവറിനോട് ചോദിക്കണം നമ്മൾ എവിടെയൊക്കെ പോകണേ. അതുകൂടെ ഡാഡയുടെ കയ്യിൽ തന്നെ ഇരിക്കണത്. ഭയങ്കര ക്ലിങ്കി ആയിട്ടിരിക്കുക. കുറച്ച് നേരം പിടിക്കുമെന്ന് തോന്നുന്നു അവന് ശരിയാവാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളും. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇന്ന് ഡാർജിലിംഗ് കറങ്ങട്ടെ. നല്ല അടിപൊളി വഴിയാട്ടാ ഫ്രണ്ട്സ്. അതെ, ട്രെയിന് നമ്മുടെ സ്റ്റീം ട്രെയിനിൽ കയറാൻ പറ്റില്ലെന്ന്. കാരണം 2 മാസം മുമ്പ് ബുക്ക് ചെയ്തവർക്ക് പോലും ടിക്കറ്റ് കിട്ടുന്നില്ലെന്ന്. അത് ഭയങ്കര കഷ്ടമായി. വാവനെ കേട്ടോന്ന് പറഞ്ഞ് കൊതിച്ച് വന്ന വേറെ ഏതെങ്കിലും ദിവസം വരേണ്ടി വരും. ദേ മങ്സിനെ കണ്ട, വാവ് മങ്സ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ 2-3 സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. ഇവിടെ ഭയങ്കര ഫാഷനബിൾ ആട്ടോ ആൾക്കാർ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫാഷനബിളാണ്. ചെക്കന്മാരും അതെ, പെണ്ണുങ്ങളും അതെ. പൈസ ആയവരൊക്കെ കുറച്ച് ഫാറ്റാണ്, പക്ഷേ യങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല ഗ്ലാമറുമാണ്. നല്ല അടിപൊളി വീടുകളും അത്യാവശ്യത്തിനുള്ള ലുക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള എന്താ മൊണാസ്ട്രിയിലോട്ട് പോവുക. ഘൂം മൊണാസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ വീടൊക്കെ കാണാൻ. നല്ല പച്ചക്കറിയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്, പൂക്കളൊക്കെ വെച്ചിട്ട്. അവിടെ അടുത്ത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് നടന്ന് പോവുക. രാവിലെ ഇതാണ് ഞങ്ങൾ ഇന്ന് കയറാൻ പോണ മോണസ്ട്രി. ട്രെയിൻ വന്നപ്പോൾ കുറേ ഒച്ചയൊന്നും കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പം പറയുക. എന്താ ഇത്, എന്താണ് ഹോളിംഗ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി. ഭയങ്കര വലിയൊരു പേര്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അകത്താ കയറി നോക്കാം. നല്ല വ്യൂ അങ്ങോട്ടേക്ക് നോക്കിയാ. ഇതാട്ടാ ബുദ്ധിസ്റ്റ് മോണസ്ട്രി. ഇവിടെ ജാക്കറ്റൊക്കെ ഇടിച്ച് ഞങ്ങളത് അകത്ത് കൊണ്ടുപോയി. ഇവിടെ എല്ലായിടത്തും ഷൂ ഇടണം കേട്ടോ. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ തന്നെ ഇവിടെയും നമ്മൾ ഷൂ ഇട്ട് അകത്ത് ഇടാൻ പാടുള്ളൂ. കണ്ട ഇവിടെ കുഞ്ഞു കുഞ്ഞു സുവനീഴ്സ് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. അത് നമ്മളകത്ത് കേവ ടേസ്റ്റിൻ്റെ അകത്ത്. മമ്മി പപ്പൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നേ മാമൻ്റെ കൂടെ ഇരുന്നുണ്ട്. ഇവിടുത്തെ ആർട്ട് വർക്ക്സ് ഒക്കെ നല്ല കളർഫുൾ അല്ലേ എല്ലാം. ഭയങ്കര നോക്കിക്കേ എന്ത് രസം. ഇതെന്തൊരു ദിവസമായിരിക്കല്ലോ ഉണ്ടാക്കാൻ. ബുധനെയാണ് നോക്കിയത്. നോക്കി ചേച്ചോണ്ടിരിക്കണം ബുധനെ. മേളിലോട്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നിറച്ച് ആൾക്കാരാണ്. സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാന്ന് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞായിരുന്നു. ഞാൻ അതുകൊണ്ടൊക്കെ അവിടെ ഇരിക്കാൻ പോണേന്നുകൊണ്ട്. ഇവിടെ എന്താ സംഭവം ഉണ്ടല്ലോ. ഇതാരാ ഇത് വേറെ രൂപമാണോ ബുദ്ധൻ്റെ? എന്താണ് ടീച്ചർ ഓഫ് ഹിസ് ഹോളിനെസ് ദലൈ ലാമ. ഓ, ദലൈ ലാമയുടെ ടീച്ചറാ. നോക്കിക്കേ എന്ത് ഭംഗിക്ക് അവർ അത് ചെയ്ത് വെച്ചേക്കണത്. അവരുടെ മറ്റേ ഡീറ്റെയിലിങ് നോക്കിക്കടാ, ബാക്കിയുള്ള മറ്റേ ആ സാധനത്തിൻ്റെ ഒക്കെ. മമ്മി എന്താ അത് കൂട്ടാ? അത് എന്താ അത്? വീഡിയോ എടുക്കാനായിട്ട് പരിപാടിയാ. അവൾക്ക് ട്രെയിൻ എടുത്തിട്ടാ. ട്രെയിൻ എടുത്ത് എനിക്കൊരു ബ്രേസ്ലെറ്റ് എടുത്ത്, പിന്നെ ഇതിന്മേൽ ഇങ്ങനത്തെ 3 ഓപ്പൺ ചെയ്തേ. ഇങ്ങനത്തെ ചീപ്പ് എടുത്ത്
ഒരു 2 എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തട്ടാ. ടോട്ടലി 680 രൂപയായുള്ളൂ. വാവയുടെ ട്രെയിൻ എത്രയെന്ന് എനിക്കറിയില്ല, അത് മമ്മിയെ കൊടുത്ത് 450 രൂപ അല്ലേ. വാവ ട്രെയിൻ 450 രൂപ. അവൻ ആ ട്രെയിൻ തന്നെ ആദ്യം തന്നെ പോയി എടുത്ത്. കോമഡി അതെ. ഇപ്പം ഇവിടെ അടുത്ത ട്രെയിൻസ് പോലെ ഇത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വാവക്കൊരു ട്രെയിനിൻ്റെ മറ്റെന്താണ് മാഗ്നറ്റിൻ്റെ സംഭവം അവൻ കണ്ടു അപ്പം തന്നെ എടുത്തിട്ട്. ഒരു വാർ മെമ്മോറിയലാട്ടാ. ഞങ്ങൾ നേരെ സ്റ്റെപ്പേറി പോവുക. ഇത് കണ്ടാവും വാവയുടെ ട്രെയിൻ മുഴുവൻ എടുത്ത് കൈ പിടിപ്പിച്ചേക്കുക. കാറി വെക്കാൻ സമ്മതിക്കണ്ടില്ല. മേളിൽ സ്റ്റെപ്പേറി പോകണം. അതുകൊണ്ട് ആ ജാക്കറ്റ് നല്ല രസമുണ്ട് കേട്ടാ, അടിപൊളിയായിട്ട്. 2-3 ട്രെയിൻ വാങ്ങിച്ചിട്ട് സന്തോഷമാണ് ചെക്കന്. ഇതിൽ കൂടെ ഒക്കെ നോക്കാട്ടാ. ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. കൊള്ളാലോ. ആ ഈ ചുറ്റിക്കറി കാണണോ? ഇവിടെ എന്താ സംഭവം? എന്താ എവിടെ? അപ്പോൾ അവള് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പോട്ടെ. ഞാനും ഫോട്ടോ എടുക്കാൻ പോകും. അവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. സ്കൈ ഒക്കെ ഭയങ്കര ഒരു നല്ല ബ്ലൂ, നല്ല ഭംഗി കാണാനായിട്ട്. ആള് കൊള്ളാം. മാലയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അവനവിടെ അവിടെ വാളട്ടൊക്കെ ഇട്ട് കളിക്കോട്ടാ. ഡാഡൊക്കെ പിടിക്കുന്നുണ്ട്. ഗോക്കിയുടെ തൊപ്പിയും ഡ്രസ്സും ഒക്കെ. അതുകൊണ്ട് തന്നെ റെഡിയാകാൻ പോവാ ഞങ്ങള്. ഡാഡയുടെ ഫുൾ ഔട്ട്ഫിറ്റ് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് കത്തിയൊക്കെ ഉണ്ട്. അയാളെ പറഞ്ഞു ബാഹുബലിയുടെ കത്തിയൊക്കെയാണ്. ഇനി ഇത് അതുകൂടെ കൂടി റെഡി ആക്കണം. അതുകൊണ്ട് അവന്റെ ജീൻസൊക്കെ മൊത്തം ചീത്താക്കി താഴ്ത്തിരുന്നു. നോക്കിക്കേ, കുർത്തങ്ങടെ കാണിക്കാൻ നോക്കിയേ. ജീൻസ് നടന്നു വാ നിങ്ങള്. അതൊക്കെ അത് നോക്കിച്ച് ഇവിടെ മുഴുവൻ ഉരുണ്ട് പേടിച്ച് കളിച്ച് ഫുള്ള് അഴുക്കാക്കി വെച്ചേക്കോട്ടെ. ജീൻസ് നല്ല ഒന്നാമത്തെ ജീൻസാണ്, പുതിയ ജീൻസാണ്. നാശിപ്പിച്ച് പുതിയ ഒരെണ്ണം വാങ്ങണം. അവനെ ട്രഡീഷണൽ ഡ്രസ്സ് പിടിപ്പിക്കോട്ടെ. ജാക്കറ്റിന്റെ ഉള്ളിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് വണ്ണം തോന്നുന്നു അത് കൂട്ടന്. മനു ഇതൊക്കെ നല്ല രസമാണ്. ഇത് ആദ്യക്കൂട്ടന് അവിടെ ചെന്നെടുക്കാൻ. അല്ല അതിന്റെ കാണണ്ടേടി. അതിലെ കൂടെ ഇങ്ങനെ വെറുതെ നടക്കുവാട്ടാ. നടക്ക് വേഗം. എന്നെ മേള് വരെ കയറണം. സംഭവം ഒന്നും ക്ലിയർ ആവണില്ല. പിന്നെ കുറെ ഗാർഡൻ വർക്കും പൂക്കളും അങ്ങനെയൊക്കെ. മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ നോർമൽ മ്യൂസിയം ആയിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല സംഭവം. ട്രെയിനിൽ കൂടെ അവരെന്തൊക്കെ ചെയ്യണണ്ട. ഇല്ല, കോളിടുമായിരുന്നു. ഏതൊക്കെ വഴി കൂടെ പോവട്ടെ. ഞങ്ങൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫുള്ള് തിരക്കാണ്, നിറച്ചു ആൾക്കാരും. ഇന്നലെ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എന്തായാലും വൈകുന്നേരമൊക്കെ ഉച്ച കഴിഞ്ഞല്ല. പിന്നെ ഇന്നലെ ഫസ്റ്റ് ആയതുകൊണ്ട് ഹോളിഡേ ആയിരുന്നല്ലോ. പിന്നെ ഫുള്ള് ആൾക്കാർ പുറത്ത്. എനിക്ക് ഇവിടുത്തെ പോലീസുകാരുടെ ഡ്രസ്സ് ഭയങ്കര അടിപൊളി ഡ്രസ്സ്, നല്ല ഫിറ്റായിട്ടുള്ള ആൾക്കാർ.
യൂണിഫോം കണ്ട, വെറൈറ്റി യൂണിഫോം. നല്ല നല്ല ജാമാട്ടാ ഫുള്ള്. നമ്മൾ സൂവിൽ പോകാനായിട്ടാ 1 മണിക്കൂറായി ബ്ലോക്കിൽ കിടക്കണത്. നല്ല വ്യൂ ആണ്. സ്കൂളിലോട്ട് കയറാൻ പോയപ്പോഴേക്കും നല്ല മഴ കേട്ടാ, നല്ല മഴയാണ്. കാണാൻ പറ്റുന്നുണ്ട്. മഴ നിന്നിട്ടാ ഞങ്ങൾ നിന്നെന്ന് പറയാൻ പറ്റില്ല, ചാർച്ചയുണ്ട്. ഞങ്ങളിപ്പോൾ സൂവിലോട്ട് നടക്കുക, 300 മീറ്ററോളം നടക്കണമെന്ന് പറയണേ. ഇതാണ് ഡാർലിംഗ് ഗവൺമെൻറ് കോളേജ് ചേട്ടാ. ആദ്യക്കൂട്ടൻ എൻ്റെ മേത്തുണ്ട്, തലയിലുണ്ട്. ഇവിടെ നിന്നാണ് സൂവിന്റെ എൻട്രൻസ്. എവിടെ കണ്ട, ഇവിടെ നിന്നാണ് മേളോട്ട് കുറെ നടക്കുന്ന സ്റ്റെപ്പ് വരാനുണ്ടെന്ന് തോന്നുന്നു മേളോട്ട്. അങ്ങനെ എത്തിയേട്ടാ. അവര് 10-15 മിനിറ്റ് നടപ്പുണ്ട് കയറ്റത്തില് ഇവിടെ കൂട്ടി. ഇനി മേലോട്ട് കയറണ്ട, സൂവിൻ്റെ ഉള്ളിൽ കയറി കേട്ടാ. ഇനി മേലോട്ട് കയറി കുറെ നടക്കാനുണ്ട്, അതാണ് പ്രശ്നം. ഇവിടെ എന്താ ഉള്ളത്? 110 രൂപ. ഓൺലൈനിൽ കാണിച്ച 60 കാണിച്ച. 110 രൂപ ടിക്കറ്റിന്. ഫോറിനേഴ്സിന് മാത്രം 150. ഇതൊക്കെ ബ്രെഡ് കഴിച്ചുകൊണ്ട് നടക്കും കേട്ടാ. അവൻ്റെ ഫൈനൽ പറഞ്ഞു എന്തൊക്കെയൊക്കെ വലിയ ടൈപ്പ് ആടട്ടാ. യാക്കട്ടോ മേലോട്ട് ഇങ്ങനെ കയറി പോണം. അത് ക്ലോസ് റേഞ്ചില് വെള്ളം കുടിച്ചിട്ട് വന്നേണ്ട. ഇതാണ് സ്നോ ലേപ്പേർഡ്. ദേഷ്യം വന്നിരിക്കണേന്ന് തോന്നുന്നു എല്ലാരെയും കണ്ടിട്ട്. ഇതേ ടൈഗർ. എന്റെ ചെയ്യോ അങ്ങനെ വിളിക്കല്ലേ, ഇവിടെ പറഞ്ഞിട്ടില്ലേ ഡു നോട്ട് ടീസ് കീസ് സൈലൻസ്. ആ എന്തോ ഒരു സാധനം, കോഴിയാ, പാരറ്റ് അല്ല എന്തോ ടൈപ്പ് ഓഫ് പാരറ്റ്. ഉറങ്ങിക്കിടന്ന സ്നോ ലിയോപാർഡ് എണീറ്റ് എന്തൊക്കെയാ ചെയ്യണം. ഇതൊരു വലിയ ഭാഗം നോക്കിയേ. അതെ ടൈഗർ. ഇതാണ് ബംഗാൾ റോയൽ ടൈഗർ. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണേ. ഒരു പഴം തിന്നണെന്ന് തോന്നുന്നു. ആണോ അത്? ബ്ലാക്ക് കളറുണ്ട്. ദൈവമേ, അത് ഇങ്ങോട്ടേക്ക് ചാടി പോരോ? അതിന് ആൾക്കാരോട് പേടിയാന്ന് തോന്നുന്നു. പണ്ട മേലെ കയറിയിരിക്കണേ, താഴത്തോട്ടില്ല. ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിയില്ല. റെഡ് പാണ്ട, പക്ഷെ റെഡ് പാണ്ടല്ല, റക്കൂൺ പോലെ ഇരിക്കുന്നത് കറക്റ്റ്. ഇപ്പം നല്ലതാണ് കാണാൻ പറ്റണ റെഡ് പാണ്ടനെ. മറ്റേ പണ്ട നാണിച്ചങ്ങ് ഓടിപ്പോയി. മേലോട്ട് നോക്ക്. ഞങ്ങളിത് അങ്ങനെ തന്നെ സൂവിലെ ആനിമൽസിനൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് ഇപ്പം ഇറങ്ങാൻ പോവാ. ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് റെഡ് പാണ്ട വരെ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നല്ല മഴക്കാറുണ്ട്, അപ്പോൾ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാം. പിന്നെ കുറച്ച് വിശക്കണുണ്ട്, അത് കൂട്ടണം നല്ലോണം വിശക്കണുണ്ട്. കൈവാരിട്ടേക്കണ കണ്ടില്ലേ. അപ്പോൾ അതേ ഡ്രൈവറിനെ വിളിക്കണേ. രണ്ടുപേരും നടന്നു തന്നെ ഉണ്ട് അടുത്ത് പെൻഗ്വിൻ പോലെ. പപ്പയൊക്കെ കാഴ്ച കണ്ടുവരുക, മിഠായി കഴിച്ചിട്ട് വരുവാണ് കൊച്ചുകളെ. എന്താണ് അതെന്താണ്? ലോലിപോപ്പ്. എന്താ വെച്ചു നോക്കട്ടെ. ഒരാളുടെ അടക്ക് വയൽ വെച്ച് കൊടുക്കണേ പാപ്പം. സോസിനൊക്കെ ഇട്ടാ തന്നെ ഡാടാ. ഡാഡ കയ്യിലായി. ഡാഡയുടെ ഫ്രൈഡ് മോമോസ്. ഓ മൈ ഗോഡ്. ഡാഡ അതുകൂടെ ഭയങ്കര ചൂടാട്ടോ അതിപ്പാ. കണ്ടില്ലേ നിറച്ച് ഫിഗറീൻസ് അവിടെ. ഡാഡ എവിടെ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കായിരുന്നു. 200 രൂപ ഈ ചെറുതിനൊക്കെ. നല്ല വലിയ കട.
അതപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു ഫേമസ് ബേക്കറി കയറിയൊക്കെ വരുന്നത് നിറയെ സാധനങ്ങൾ കേട്ടോ ഇവിടെ നിറയെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു ചെറിയ ജാപ്പനീസ് ചീസ് കേക്ക് വാങ്ങിച്ചു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, നല്ല ഫീലുണ്ട് അവർക്കൊക്കെ. ഞങ്ങളിത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഇറങ്ങുക. ഒരാളോണം ഓക്കെ മിഠായി വല്ലതും വെച്ചോണ്ട് വിട്ടിട്ടില്ല. അത് ഡാഡാന്ന് വാങ്ങിച്ചു നോക്കിയാടാ മിഠായി. പോകാറില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയേട്ടാ. പക്ഷേ വാവക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പനിക്കോള്. അപ്പോൾ വാവേനെ ഞങ്ങൾ പുതപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയേക്കുവാണ്. പാവം എല്ലാ കടയിലും കയറി ട്രെയിനൊക്കെ വാങ്ങിച്ച് എന്തോരം ട്രെയിനാണെന്നറിയോ വാങ്ങിച്ച് കൂട്ടിയേക്കണത്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഞങ്ങൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പാവം ചെറിയൊരു പനിയേ ഉള്ളൂ. പക്ഷെ എന്നാലും തണുപ്പ് കാരണം കൊണ്ടേ പാവം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ കേട്ടോ.